أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, സൂറത്തുൽ ഫാത്തിഹ നമ്മളേതാണ്ട് 5 ക്ലാസ് കൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനു മുൻപ് നമ്മൾ ആദ്യത്തെ ആയത്തുകളുടെ വചനങ്ങളുടെ അർത്ഥമൊന്ന് പറഞ്ഞു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുമല്ലോ. അഊദു ബില്ലാഹി, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു, അഭയം തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, റജീമായ അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ബ്രാക്കറ്റിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് ചേർക്കണം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാനിർ റഹീം. ആരാണ്? അള്ളാഹു പരമകാരുണികനും റഹീം കരുണാനിധിയും. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹി, അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ആരാണ്? അള്ളാഹു റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവാണ്. അർ റഹ്മാനിർ റഹീം, പരമകാരുണികനാണ്, കരുണാനിധിയാണ്. മാലിക്കി യൗമിദ്ദീൻ, യൗമുദ്ദീനിൻ്റെ അഥവാ പ്രതിഫല നാളിൻ്റെ മാലിക്, ഉടമസ്ഥനാണ്. ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ സർവലോക രക്ഷിതാവും പരമകാരുണികനും കരുണാനിധിയും പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആയത്താണ് പഠിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അഥവാ ആരാധിക്കുന്നു. എന്താണ് ഇബാദത്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു? ദുആയാണ്, പ്രാർത്ഥന. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളിത് വായിച്ചാൽ നിന്നെ മാത്രം അഥവാ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം വരിക. വ ഇയ്യാക, വ ഇയ്യാക, നിന്നോട് മാത്രം നസ്തഈനു, ഞങ്ങൾ ഇസ്തിആന ചെയ്യുന്നു അഥവാ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം സഹായത്തിന് തേടുകയും ചെയ്യുന്നു. ഇതാണ് ഈ ആയത്തിലെ, വിശുദ്ധ ഖുർആനിലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ വചനമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. സഹോദരങ്ങളെ, ഇനി ഇത്രയും ആകുമ്പോൾ ഞാൻ എൻ്റെയും ഖസംതു അൽ ഖുർആന ബൈനി വബൈന അബ്ദി, ഖുർആനിനെ അഥവാ ഖുർആനിലെ ഈ സൂറത്തിനെ ഞാൻ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ 2ആയി ഭാഗിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നമ്മൾ ഓരോ വചനവും ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്നാണ്. അർ റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ കരുണാനിധി എന്ന നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി എന്നാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്നാണ് അള്ളാഹു പ്രതികരിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തോതിയാൽ, നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ആയത്തോതിയാൽ അള്ളാഹു മലക്കുകളോട് ഇങ്ങനെ പറയുന്നതാണ്, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മൾ കൈകെട്ടി നിന്ന അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അള്ളാഹുവോട്, ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് തേടുകയും ചെയ്യും, ഇത് ഞങ്ങളുടെ ഉറപ്പാണെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്, എൻ്റെ അടിമ ഇത് പാലിച്ചാൽ അവൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും. അപ്പൊ നമുക്ക് ചോദിക്കണം, നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവോട് നമ്മൾ ഈ ചെയ്യുന്ന കരാറുണ്ടല്ലോ, ഈ പ്രതിജ്ഞ, ഈ സത്യം, സൂറത്തുൽ ഖസം, ഹൽഫ് എന്നൊക്കെ സൂറത്തുൽ ഫാത്തിഹക്ക് പേരുകളുണ്ട്. സൂറത്തുൽ ഹംദ് എന്ന് പേരുണ്ട്. ഈ ഖസം അല്ലെങ്കിൽ ഹൽഫ് എന്ന് ഈ സൂറത്തിന് പേര് വരാനുള്ള കാരണം ഈ ആയത്താണ്. അതിലൊരു പ്രതിജ്ഞയുണ്ട്, ഒരു സത്യമുണ്ട്, ഒരു സത്യം ചെയ്യൽ. സത്യം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യലുണ്ട്. അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അഥവാ നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യൂ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആയാണ് എന്ന് ആയത്തുകളുടെയും പ്രവാചക വചനങ്ങൾ, സ്വഹീഹായ വചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മിൽ പലർക്കും അത് അറിവുള്ളതുമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ആയത്ത് വായിച്ചാൽ, ഈ ആയത്തിന്റെ ഈ ഭാഗം വായിച്ചാൽ, നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യൂ, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം അർത്ഥിക്കൂ, സഹായത്തിന് തേടൂ, ഇതവൻ പാലിച്ചാൽ അവൻ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു പറയുമ്പോഴാണ് പടച്ചോൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു ചോദ്യം, ഒരു പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. അതാണ് ഇനി അടുത്ത ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹുവോട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇഹ്ദിന, ഇഹ്ദി, രണ്ട് വാക്കാണ്. ഇഹ്ദി ഒരു വാക്കാണ്, ന എന്നത് വേറൊരു വാക്കാണ്. എന്താ ഇഹ്ദി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇത് ഉണ്ടായത്? നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് ഹദ എന്ന വാക്കിൽ നിന്നാണ്. ഹദ എന്ന വാക്ക്, അള്ളാഹുവിന് ഹാദി എന്നൊരു പേരുണ്ട്. ആ പേര് ചേർത്തിട്ട് നമ്മൾ അബ്ദു കൂട്ടി പേരിടും കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക്, ആണുങ്ങൾക്ക്, അബ്ദുൽ ഹാദി എന്നൊക്കെ. അബ്ദുൽ ഹാദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. പക്ഷെ അബ്ദുള്ള എന്ന് പറയാതെ അബ്ദുൽ ഹാദി, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹീം, അബ്ദുൽ മജീദ്, അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഏതെങ്കിലും വെച്ച് അതിന് അബ്ദു കൂട്ടി നമ്മൾ പേരിടാറുണ്ട്. അങ്ങനെ പേരിടുന്നതാണ് ഹാദി. ഹാദി എന്ന് പറഞ്ഞാൽ ഹദ എന്ന വാക്കിൽ നിന്നുള്ളതാണ്. ഹദ എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു കൊടുക്കുക, വഴിയിൽ ചേർക്കുക എന്നാണ്. വഴി കാണിച്ചു കൊടുക്കുക എന്നതിനും ഹദ എന്ന് പറയും, നേർവഴിക്ക് ചേർക്കുക എന്നതിനും ഹദ എന്ന് പറയും. അപ്പോൾ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിന. ഇഹ്ദി എന്ന വാക്ക് ഹദ എന്ന വാക്കിന്റെ കൽപ്പനക്രിയയാണ്. ഫിഉലുൽ അംർ എന്ന് അറബി പറയുക, കൽപ്പനക്രിയയാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥനയിൽ കൽപ്പനക്രിയ ഉപയോഗിക്കുക എന്നുള്ളത്. പ്രാർത്ഥിക്കാനായിട്ട് വേറൊരു സീഗ എന്ന് പറഞ്ഞാൽ രൂപമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഫിഉലുൽ അംറാണ്, ഒരാളോട് കൽപ്പിക്കാനുള്ള വാക്കാണ്. കൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുൽ കൊണ്ട് തുടങ്ങുന്ന കുറെ സൂറത്തുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ആയത്തുകളുണ്ട്. കുൽ കൊണ്ട് തുടങ്ങുന്ന കുറെ സൂറത്തുകൾ. കുൽ ഹുവല്ലാഹു. കുൽ എന്ന വാക്ക് കാല എന്ന വാക്കിൽ നിന്നുള്ളതാണ്. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂന്നാണ്.
ഓക്കെ, അതുപോലെയാണ് ഇപ്പൊ നമ്മൾ കണ്ട ഇഹ്ദി. നമ്മൾ ഒന്ന് ഇഹ്ദി എന്ന വാക്ക്, ഹദ എന്ന വാക്കിന്റെ അർത്ഥം നേർമാർഗം നൽകി അല്ലെങ്കിൽ നേർവഴി കാണിച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ ഇഹ്ദി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇഹ്ദി, നീ ചേർക്കൂ എന്നാണ്. നീ ചേർത്തി തരൂ. അത് കൽപ്പനക്രിയയാണ്. കൽപ്പനക്രിയക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൽപ്പനക്രിയ ഉപയോഗിക്കുക. അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. റബ്ബന ഹബ് ലന മിൻ അസ്വാജിന എന്ന് പറയുന്ന പ്രാർത്ഥന. റബ്ബന തഖബ്ബൽ മിന്ന, തഖബ്ബൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നതാണ്. നബിയുടെ കൽപ്പനയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടണം എന്നാണ് കാര്യങ്ങൾ കേട്ടാ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നേർവഴിക്ക് ചേർക്ക്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താ എന്നിങ്ങനെ ഉള്ള പദപ്രയോഗങ്ങൾ പ്രാർത്ഥനയിൽ പാടില്ല. മറിച്ച് അള്ളാഹുവിനോട് ശഠിക്കണം അഥവാ നിർബന്ധപൂർവ്വം ചോദിക്കണം. അങ്ങനെ അള്ളാഹുവോട് നമ്മൾ നിർബന്ധപൂർവ്വം ചോദിക്കുകയാണ്, ഇഹ്ദി, നീ ചേർത്തി തരൂ, ന ഞങ്ങളെ. എവിടെ ചേർത്ത് തരണം? അസ്സിറാത്ത, സിറാത്ത് എന്ന വാക്കിന്റെ അർത്ഥം വഴി, മാർഗം എന്നാണ്. അൽ മുസ്തഖീം, ഏത് മാർഗമാണ് അല്ലെങ്കിൽ ഏത് വഴിയാണ്? അൽ മുസ്തഖീം, നേരായ വഴി. ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്തി തരണമേ, നേർവഴിക്കാക്കി തരണം എന്നാണ്. നീ ഞങ്ങളെ നേർവഴിക്കാക്കി തരണം. വാക്കർത്ഥങ്ങൾ നമ്മൾ പ്രത്യേകം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഇഹ്ദിന, നീ ഞങ്ങളെ ചേർക്കണമേ, അസ്സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിൽ അഥവാ നേരായ വഴിയിൽ. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ, ചൊവ്വായ, ഋജുവായ, വക്രതയില്ലാത്ത. അതാണ് മുസ്തഖീം. ഞങ്ങളെ വക്രതയില്ലാത്ത, ഋജുവായ, നേരായ, ചൊവ്വായ പാതയിൽ, വഴിയിൽ, സിറാത്തിൽ ചേർത്തി തരയണമേ. വഴി കാണിച്ചെന്നാ പോരാ, വഴി എല്ലാവർക്കും അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സകലമാന മനുഷ്യർക്കും പടച്ചവൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന ഹദൈനാഹു സബീല, സൂറത്തു അൽ ഇൻസാനിലെ ആയത്താണ്. ഇന്ന ഹദൈനാഹു സബീല, അവന് അഥവാ മനുഷ്യനെ കുറിച്ചാണ് തൊട്ട് മുകളിലുള്ള ആയത്തിലുള്ളത്. ആ മനുഷ്യനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അസബീല, മാർഗം, വഴി. ഇമ്മ ഷാക്കിറൻ, ആ വഴിയിൽ ഒന്ന് നന്ദിയുള്ള അടിമകൾക്കുള്ള വഴിയാണ്, നന്ദിയുള്ളവനായി ജീവിക്കാം. വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. അപ്പൊ വഴി കാണിച്ച അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വഴി. നമ്മൾ ഈ ആയത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് ശേഷം ഉള്ള ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിൽ നമുക്ക് വഴി കാണിച്ചു താ എന്നല്ല, ഞങ്ങളെ നേരായ വഴിയിൽ ചേർക്കണമേ എന്ന് നിർബന്ധപൂർവം അള്ളാഹുവിനോട് ശഠിച്ചു പറയുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവോട് ചോദിക്കേണ്ടത്. ഏത് കാര്യവും അങ്ങനെയാണ്. മനുഷ്യരോട് നമ്മൾ എന്തെങ്കിലും കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത് നിന്റെ അടുത്ത് ഉണ്ടാവുമോ? അല്ലേ, കുറച്ച് പണം വേണമെങ്കിൽ അതിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ശൈലി അള്ളാഹുവിനോട് പാടില്ല. പഠിച്ചവനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അനുവദനീയമായ ജായിസായ കാര്യങ്ങൾ അള്ളാഹുവോട് നമുക്ക് ചോദിക്കാം. അത് ചോദിക്കേണ്ടത് ഈ രൂപത്തിലാണ്, നിർബന്ധപൂർവം. പഠിച്ചവനെ എനിക്ക് തരണം എന്ന് പറയണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ വഴിയിൽ ചേർക്കണമേ. എന്നിട്ട് ആ വഴി ഏതാണെന്ന് വിശദീകരിച്ചു തരാണ് പഠിച്ചവൻ. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് ഏത് വഴിയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തുല്ലദീന, ഞാൻ അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്നത്, എന്നെ ചേർത്തി തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് സിറാത്തുല്ലദീന, ഒരു കൂട്ടരുടെ വഴിയാണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടം, അവരുടെ വഴിയാണ്. ഒരു കൂട്ടം ആളുകളുടെ വഴി, ഒരു വിഭാഗത്തിന്റെ വഴിയാണ് ഞാൻ നിന്നോട് എന്നെ ചേർത്തി തരണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? അൻഅംത അലൈഹിം. അൻഅംത എന്ന വാക്ക് അതിന്റെ ബേസ് നിഅമത്ത് എന്നതിൽ നമുക്ക് പരിചയമുള്ള വാക്കാണ്. നിഅമത്ത് സാധാരണ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എപ്പോഴും. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നുള്ള അർത്ഥമാണ്. അതിന്റെ ക്രിയാരൂപമാണ് അൻഅമ. അൻഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു.
അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചു എന്നാണ്. അൻഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു എന്ന് മാത്രമാണ് അർത്ഥം വരിക. അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചു അലൈഹിം അവരെ. അപ്പോ ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. നീ ഞങ്ങളെ മുസ്തഖീമായ സിറാത്തിൽ ചേർത്തി തരണമേ എന്ന് അള്ളാഹുവോട് ആദ്യം പറഞ്ഞു. പിന്നെ ആ സിറാത്തിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നേരായ വഴി എന്നാൽ നീ അനുഗ്രഹിച്ചവരുടെ, നീ നിഅമത്ത് ചെയ്തവരുടെ വഴി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ ഏതു വിഭാഗം, ഏതു കൂട്ടർക്കാണോ നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തത് അവരുടെ വഴി. അവരാരാണ്? സൂറത്തു അൽ ബഖറയിലുണ്ട്, വേറെ ചില അധ്യായങ്ങളിലുണ്ട്. ആരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ഏറ്റവും ഉത്തമരായ ചങ്ങാതിമാർ, കൂട്ടുകാർ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്. അവരാരാണ്? മിനൻ നബിയ്യീന, നബിമാരാണ്. വസ്സിദ്ദീഖീന, ആ നബിമാരുടെ കൂടെ കട്ടക്ക് നിന്ന ആളുകളാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ സത്യപ്പെടുത്തിയവർ അല്ലെങ്കിൽ സത്യസന്ധന്മാർ. വശുഹദാഇ, അവര് കൊണ്ടുവന്ന വഴിയിൽ ഉറച്ചു നിന്നത് കൊണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ ശുഹദാക്കൾ. വസ്സാലിഹീൻ, പിന്നെയും ബാക്കിയായവർ, അവർക്ക് ഷഹാദത്ത് കിട്ടിയില്ല, പക്ഷെ അവർ മരണം വരെയും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കൊണ്ടുവന്ന, അള്ളാഹു കൊടുത്തയച്ച, അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു വരച്ചു കാണിച്ചു കൊടുത്ത ആ സിറാത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെയുള്ളവരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞത്. പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അഥവാ നിന്റെ പ്രവാചകന്മാരുടെ, നിന്റെ സിദ്ദീഖീങ്ങളുടെ, നിന്റെ ശുഹദാക്കളുടെ, നിന്റെ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർത്തി തരണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്ത് നീ ആർക്ക് ചൊരിഞ്ഞു കൊടുത്തുവോ അവരുടെ മാർഗമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. ഈ സിദ്ദീഖാവാനും സ്വാലിഹാകാനൊന്നും അത്ര വലിയ അധ്വാനമൊന്നും ഇല്ല കേട്ടോ. ചെറിയ മനസ്സ് മതി, ചെറിയൊരു എഫേർട്ട് ഉണ്ടായാൽ മതി. ഈ ആരാണ് സ്വാലിഹീങ്ങൾ, ആരാണ് സിദ്ദീഖീങ്ങൾ എന്നൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാം. അള്ളാഹു ആവശ്യപ്പെടുന്നത് വെറും ഈമാനും അതുപോലെ അമല സ്വാലിഹാത്തുമാണ്. പിന്നെ പ്രവാചകന്മാർക്ക് പിന്തുണ നൽകുക, അള്ളാഹു കൊടുത്തയച്ച സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി വരുന്ന പ്രവാചകന്മാരുടെ കൂടെ നിൽക്കുക. ആ പ്രവാചകന്മാരുടേത് എന്ന് പറയുന്ന മാർഗങ്ങൾ ധാരാളം ഇന്ന് ലോകത്തുണ്ട് കേട്ടോ. നബിമാര് ജീവിച്ചിരുന്ന കാലത്ത് അത് വളരെ ക്ലിയർ ആയിരുന്നു. നബിയുടെ മാർഗം ഏതാണെന്ന് നബിയോട് തന്നെ ചോദിച്ചറിയാമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നമുക്ക് പലരിൽ നിന്നായിട്ട് ഇങ്ങനെ കൈമാറി വന്നതാണ് അത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ, ലോകത്തെല്ലായിടത്തും പലരും പല നിലക്കാണ് ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബിക്ക് ശേഷം നബിയില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ്. എന്നാൽ ഒരു നബി വന്നിട്ടുണ്ട്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പേരിന്നതാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. അതുപോലെ നബി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഈ മാത്രം എന്ന ആശയമുണ്ടല്ലോ, അത് വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. ആ മാത്രം എന്നതിൽ കലർപ്പുണ്ടാക്കിയിട്ട് മാത്രം എന്ന് പറയേണ്ടതില്ല. നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ മതിയാകുമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പൊ മാത്രം വന്നാൽ
മറ്റുള്ളവരോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും സഹായം തേടാനൊന്നും പറ്റൂല. ഇതല്ല അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ ആശയപരമായ വ്യതിയാനങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെ വിലയിരുത്തുന്നത് അവരുടെ പേര് കൊണ്ടൊക്കെയാണ്. പേരെന്താണ്? നിങ്ങൾ മുസ്ലിങ്ങളാണല്ലേ അല്ലെ? ഏതെങ്കിലും ഒരു സദസ്സിൽ നമുക്ക് പരിചയമില്ലാത്തൊരിടത്ത് ഒരു ആശുപത്രിയിലോ മറ്റോ നമ്മൾ പോയാൽ, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോയാൽ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെട്ടാൽ അയാളുടെ പേര് ചോദിച്ചിട്ട് നമ്മൾ അയാൾ മുസ്ലിമാണെന്ന് വിലയിരുത്തും. എന്നാൽ എല്ലാ അറബി പേരുള്ളവരും മുസ്ലിങ്ങളാണോ? സത്യത്തിൽ അല്ല, അങ്ങനെയല്ല. മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തീർത്ത് പറയല്ല കേട്ടോ. മറിച്ച് അവർ ഇസ്ലാമികമായ ആശയങ്ങൾക്ക് വിരുദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. പലപ്പോഴും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും കലർപ്പുണ്ടാക്കിയ ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയൊന്നും അല്ലാതെ നബി എന്താണോ കൊണ്ടുവന്നത് അതിൽ മുറുകെ പിടിച്ച് നിങ്ങൾ എനിക്ക് ശേഷം ധാരാളം വ്യതിയാനങ്ങൾ കാണും. ഞാൻ കൊണ്ടുവന്നതല്ലാത്ത പലതും കാണും. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തും എൻ്റെ ഖലീഫമാരായി പ്രതിനിധികളായി എനിക്ക് ശേഷം വന്നവരുടെ സുന്നത്തും മുറുകെ പിടിക്കണം. അള്ളു അലൈക്കും ബിൽ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി കൊണ്ടുവന്ന കാര്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള നമ്മുടെ ശ്രമവും അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുമാണ് നമ്മൾ സ്വർഗത്തിൽ എത്തിക്കുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, നോക്കാം നമുക്ക്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ മാർഗത്തെ ഒന്നുകൂടി വിശദീകരിച്ച് അള്ളാഹുവോട് പറയുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇതുകൂടി പറയണം. അത് നിങ്ങൾക്ക് അബദ്ധം പിണയാതിരിക്കാനാണ്. നിങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ചില ആളുകൾക്ക് വല്ലാതെ പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ട് നിങ്ങളുടെ മുൻഗാമികൾക്ക്. അവരുടെ മാർഗമല്ല ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് എന്നുകൂടി പറയണം. അത് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈർ എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. നോട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല, NOT. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, മഗ്ദൂബ് എന്ന വാക്കുണ്ടായത് ഗളബിൽ നിന്നാണ്. അതും മുസ്ലിങ്ങൾ, ഞാൻ നേരത്തെ നിഅമത്ത് എന്ന വാക്ക് പറഞ്ഞതുപോലെ തന്നെ ഗളബ് എന്ന വാക്കൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ അറബി കോളേജിൽ പോകുന്നതിന് മുമ്പൊക്കെ എൻ്റെ വീട്ടിൽ കേൾക്കാറുണ്ട് ഗളബ് എന്ന വാക്ക്. വീട്ടിൽ ഉമ്മയും വല്യമ്മയൊക്കെ പറയാറുണ്ട്. ഒരു മുസ്ലിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും. ഗളബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്ന അർത്ഥം, കോപം. മഗ്ലൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവർ എന്നർത്ഥം. അപ്പൊ ഞാൻ അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്ന സിറാത്ത് മുസ്തഖീം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, സിറാത്താണ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപം കിട്ടിയവരുടെ വഴിയല്ല. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, ഗൈർ എന്ന് പറഞ്ഞാൽ അല്ല, മഗ്ലൂബ് കോപിക്കപ്പെട്ട, അലൈഹിം അവർ, കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആരാ കോപിക്കപ്പെട്ടവര്? വേണ്ട, നമുക്ക് അടുത്ത ആയത്തിന്റെ കൂടെ അടുത്ത ഭാഗത്തിന്റെ കൂടെ അർത്ഥം പറഞ്ഞിട്ട് ഒന്നിച്ച് പറയാം. വലദ്ദാലിൻ, വലദ്ദാലിൻ, ദ്വാൽ എന്ന വാക്കുണ്ടായത് ദ്വലാലത്തിൽ നിന്നാണ്, വഴികേട്, വഴിപിഴവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൈർ എന്ന വാക്കിന്റെ അർത്ഥം അല്ല എന്നാണ്. അതേ അർത്ഥമാണ് ലാ എന്നതിനുള്ളത്. വലദ്ദാലിൻ, വാവ് എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്, നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വാവ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ, AND. കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല. വ ലദ്ദാലിൻ, ദ്വാലീന്റെ വഴിയും അല്ല. എന്ന് പറയാനാണ് ആ വാവ് വന്നിട്ടുള്ളത്. അപ്പൊ ലാ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ല എന്നുള്ള അർത്ഥമാണ്. ദ്വാലീൻ എന്ന് പറഞ്ഞാൽ ദ്വലാലത്തിൽ പെട്ടുപോയവർ അഥവാ വഴി പിഴച്ചു പോയവർ. ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല. വ ലദ്ദാലീൻ, ദ്വാലീന്റെ വഴി പിഴച്ചു പോയവരുടേതുമല്ല. ഇതല്ലാത്ത നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർത്തിത്തരയണമേ, ഞങ്ങളെ ആക്കണമേ. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം.
ഈ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞയ്ക്ക് ശേഷമാണ്. ആ പ്രതിജ്ഞ ചൊല്ലി തീർന്നാൽ അള്ളാഹു മാലാഖമാർ അള്ളാഹിനോട് മലക്കിനോട് പറയണത്, ഇത് എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഉടമ്പടിയാണ്. ഇതവൻ പൂർത്തിയാക്കിയാൽ അവൻ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടെ, കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല. വലദ്ദാല്ലീൻ, പിഴച്ചവരുടെ വഴിയുമല്ല. മഗ്ദൂബ് അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരീങ്ങളിൽ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞത് അത് ജൂതന്മാരെ കുറിക്കുന്ന പ്രയോഗമാണെന്നാണ്. ദ്വാല്ലൂൻ എന്നാണ് ശരിക്കും വേണ്ടത്. അവിടെ ഈ വ്യാകരണപരമായ കാരണങ്ങളാലാണ് ദ്വാല്ലീൻ എന്നായത്. വഴിപിഴച്ചവർ എന്നർത്ഥം. അത് ക്രൈസ്തവരെ കുറിക്കുന്ന വാക്കാണ്. എന്താണ് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും സംഭവിച്ചത് എന്ന് ഇനി നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ആ അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ്. അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്, അത് അള്ളാഹുവിന്റെ റസൂല് 23 വർഷക്കാലം തുടർച്ചയായി ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരിക്കൽ നബി പറഞ്ഞു, ഞാനും എൻ്റെ മുൻപുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച്, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ നന്മയാണ്. ഒരു കളവ് പോലും പറയാത്ത ആളുകളാണ്, തമാശയ്ക്ക് പോലും കളവ് പറയാത്ത ആളുകളാണ്. അപ്പൊ അവരുടെ നാവിൽ നിന്ന് വീണത് മുഴുവൻ മഹദ് വചനങ്ങളാണ്, ലോകത്തിന് ഗുണമുള്ള വാക്കുകളാണ്. എന്നിട്ട് ആ നബി പറയാണ്, 23 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഞാനും എനിക്ക് മുൻപ് 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ച നബിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു സഹസ്രാബ്ദത്തിനടുത്ത് ജീവിച്ച നൂഹ് നബി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ നാവ് കൊണ്ട് മൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രവാചകന്മാരൊക്കെയും സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അതിൻ്റെ ഉത്തരം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നതാണ്. അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല. ഇതാണ് ഞാനും എൻ്റെ മുൻപുള്ള മുഴുവൻ പ്രവാചകന്മാരും സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തായ വചനം, ശ്രേഷ്ഠമായ വചനം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പതറിപ്പോയ അല്ലെങ്കിൽ അതിൽ നിന്ന് തെറ്റിപ്പോയ കൂട്ടരാണ് ഇവർ രണ്ടുപേരും. ജൂതന്മാരും അതെ, ക്രൈസ്തവരും അതെ. അതുകൊണ്ടാ പ്രവാചകൻ തൻ്റെ ഈ മരണശയ്യയിൽ കിടന്ന്, ഒരു പ്രവാചകനല്ല അവസാനിക്കുന്നത്. മുഹമ്മദ് നബി മരിക്കുക എന്ന് പറഞ്ഞാൽ വഫാത്താവുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അവസാനിക്കുകയല്ല, പ്രവാചകത്വം തീരുകയാണ്. ഇനി നബിമാര് വരില്ല. ഒരിക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ കരയണ കണ്ടപ്പോ പ്രവാചകന്റെ വിയോഗത്തിന് തൊട്ടുടനെ ഒരു സ്വഹാബി കരയണ കണ്ടപ്പോ വേറെ സ്വഹാബി ആശ്വസിപ്പിച്ചു. അദ്ദേഹം മനുഷ്യനാണല്ലോ, അദ്ദേഹം മരിച്ചു എന്ന് ഖുർആനിലുണ്ടല്ലോ, ഇതിനു മുൻപും പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മുടെ ദുഃഖം നിയന്ത്രിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുകയാണ്. അന്നേരം ആ സ്വഹാബി പറയുന്ന മറുപടി, എൻ്റെ ആശങ്ക, എൻ്റെ സങ്കടം നബി മരിച്ചു പോയതിൽ മാത്രമല്ല, അതിനേക്കാൾ വലിയ സങ്കടം ഇനി ഒരിക്കലും ആകാശം ഈ ഭൂമിയോട് സംസാരിക്കുകയില്ലല്ലോ എന്നതോർത്തിട്ടാണ് ഞാൻ കരയണമെന്നാണ്. അഥവാ അള്ളാഹു ഇനി ഈ ഭൂമിയിലേക്ക് ഒരു സന്ദേശവും അയച്ചു തരൂലല്ലോ, എല്ലാ പ്രവാചകന്മാരും പോയില്ലേ. അപ്പൊ മുഹമ്മദ് നബി പോവുക എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ തന്നെ പരിസമാപ്തിയാണ്. അപ്പോ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും കാമ്പായ കാര്യങ്ങളാണ് ആ ആവതില്ലാത്ത നേരത്തും പ്രവാചകൻ പറഞ്ഞത്. അതിലൊരിക്കൽ പ്രവാചകൻ നല്ല വേദന അനുഭവിക്കുന്നുണ്ട്, പനിയുടേതായ പ്രയാസങ്ങൾ പ്രവാചകനുണ്ട്, വേദനയുണ്ട്. നബിയെ താങ്കൾക്ക് നല്ല പനിയുണ്ടല്ലോ എന്ന് ചോദിച്ച നബി മറുപടി പറഞ്ഞത്, ഇനി റജുലാനി മിൻകും, നിങ്ങളിൽ 2 ആൾക്ക് പനിക്കുന്നത്ര എനിക്ക് പനിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ എല്ലാ പരീക്ഷണങ്ങളും ഇരട്ടിയാണ്, വേദനയാകട്ടെ രോഗങ്ങളാകട്ടെ. ആ വേദന അനുഭവിക്കുന്ന നേരത്തും നബി തൻ്റെ മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് മരണശയ്യയിൽ,
ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്, ലഅനത്തുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, കാരണം അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ കാലശേഷം അവരുടെ ഖബറുകളെ, അവർ മറമാടപ്പെട്ട പ്രവാചകന്മാർ മറമാടപ്പെട്ട ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അത് പ്രവാചകന്മാരുടേത് മാത്രമല്ല, പല മഹത്തുക്കളുടെയും ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. എന്ന് പറഞ്ഞാൽ അവിടെ പോയി സങ്കടം പറയുക, അവിടെ പോയിട്ട് ഇസ്തിആന നടത്തുക, സഹായ തേട്ടങ്ങൾ അവിടെ പോയി നടത്തുക. അള്ളാഹുവോട് നടത്തേണ്ടത് പ്രവാചകന്മാരടക്കമുള്ള മഹത്തുക്കളുടെ ഖബറിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അവരോട് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഖാത്തലല്ലാഹുൽ യഹൂദ എന്ന മറ്റൊരു പ്രയോഗം കാണാം. അള്ളാഹു ശപിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരുമായിട്ട്? അൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളോട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനുഷ്യ ജീവിതത്തിന്റെ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ കടക്കൽ തന്നെ കത്തിവെച്ച് കളഞ്ഞു അവർ. അങ്ങനെ അള്ളാഹല്ലാത്തവരെ ആരാധിച്ചു. ഇതാണ് അതിന്റെ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ അള്ളാഹു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറയണം, എന്നോട് സിറാത്ത് മുസ്തഖീം ചോദിക്കണം. ആ സിറാത്ത് മുസ്തഖീം ചോദിക്കുമ്പോൾ വിശദമായി ചോദിക്കണം. ആ വിശദീകരണമാണ്, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ കോപത്തിന് പാത്രമായവരുടെ വഴിയല്ല, വഴി പിഴച്ചുപോയ ആളുകളുടെ വഴിയുമല്ല എന്ന് വിശദമായിട്ട് എന്നോട് പറയണം എന്നാണ്. എന്തിനാ നമ്മൾ കൊണ്ട് പറയിപ്പിക്കുന്നത്? അപ്പൊ നമ്മൾ അന്വേഷിക്കും, ആരാണ് പിഴച്ചവർ, ആരാണ് കോപത്തിനിരയായവർ, എന്താണ് അവർക്ക് സംഭവിച്ചത്. ഇതിനു വേണ്ടിയാ പടച്ചവൻ ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചത് നമ്മളെ കൊണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെ, നിങ്ങൾക്ക് പിഴച്ചു പോകാതിരിക്കാൻ. അവർക്ക് വല്ലാതെ പിഴച്ചുപോയി. കാരണം ഈ പ്രപഞ്ചം തന്നെ, ഈ ഭൂലോകം തന്നെ തകർന്നു പോകുമാറ് ഏറ്റവും ഗൗരവമുള്ള, അള്ളാഹുവിന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത വാക്കുകളാണ്, ആശയങ്ങളാണ്, വർത്തമാനങ്ങളാണ് ജൂത നസാറാക്കൾ പറഞ്ഞത്. ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജൂതന്മാർ അകപ്പെട്ടു പോയൊരു പ്രയാസത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുടെ കൂട്ടത്തിൽ അന്ന് ജീവിച്ച സ്വാലിഹായ ഒരു മനുഷ്യൻ, ഉസൈർ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ, പിന്നീട് അദ്ദേഹം അവരാൽ ആരാധിക്കപ്പെടാൻ തുടങ്ങി. ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. ഇതാണ് ജൂതന്മാർക്ക് സംഭവിച്ചത്. മൂസാ നബിയുടെ കാലശേഷം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് വഴിതെറ്റിപ്പോയ, വഴിമാറി നടക്കാൻ തുടങ്ങിയ ഇസ്രായേൽ സന്താനങ്ങളിലെ ശേഷക്കാരെ നന്നാക്കാൻ അള്ളാഹു അയച്ച ഒരു അത്ഭുത പ്രവാചകനാണ്, പിതാവില്ലാതെ ജനിച്ചയാളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു എന്നവർ വിളിക്കുന്നയാള്. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ കൃത്രിമത്വം കാണിച്ചിട്ട് ക്രൈസ്തവരും പറഞ്ഞു ഈസാ നബിയെ കുറിച്ച്, ഈസാ നബി അഥവാ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന്. അങ്ങനെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിക്കുന്നവനല്ല. തക്കാദു സമാവാതു യതഫത്വർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅൂ ലിർറഹ്മാനി വലദ. ആകാശങ്ങൾ ഇതാ പൊട്ടിപ്പിളരാൻ പോകുന്നു, ഭൂമി ഇതാ വിണ്ട് കീറാൻ പോകുന്നു, പർവ്വതങ്ങൾ ഇതാ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഉതിർന്നു വീഴാൻ പോകുന്നു. അല്ല, ഇത്രയും ഗൗരവമുള്ള വർത്തമാനങ്ങൾ ഒരാൾ പറഞ്ഞാൽ, അള്ളാഹു പറഞ്ഞാൽ ശ്രദ്ധിക്കൂലേ മുഴുവൻ മനുഷ്യരും? എന്താ ഇത്ര ഗൗരവത്തിൽ പടച്ചവൻ പറഞ്ഞത്? അല്ലെങ്കിൽ എന്താ ഇങ്ങനെ സംഭവിക്കാൻ, പ്രപഞ്ചം ഇങ്ങനെ തകരാൻ എന്തുണ്ടായി എന്നതിന് മറുപടി പടച്ചവൻ പറയാണ്, ദഅൂ ലിർറഹ്മാനി വലദ. ഇത്ര വലിയ ഈ നാശങ്ങൾ സംഭവിക്കാൻ പോകുന്നത് മനുഷ്യർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് ജൽപ്പിച്ചത് കൊണ്ടാണ്, പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടാണ്. ഇതാണ് വഴിപിഴച്ചു പോയ ക്രൈസ്തവർക്കും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ ജൂതന്മാർക്കും സംഭവിച്ചത്. പടച്ചവനെ അവരുടെ വഴിയല്ല കേട്ടോ ഞങ്ങൾ ചോദിക്കുന്നത്, നീ അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയാണ്.
അവർക്ക് അവിടെ മാത്രമല്ല പിഴച്ചത്, തൗഹീദിൽ പിഴച്ചാൽ അഥവാ ഏകദൈവ വിശ്വാസത്തിൽ പിഴച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിഴച്ചാൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം ആ മാത്രത്തിൽ പിഴച്ചാൽ പിന്നെ മുഴുവൻ പിഴവായിരിക്കും. ഒരു സംഗതി പിന്നെ നേരെയാവൂല, പടച്ചോൻ നേരെയാവാൻ സമ്മതിക്കൂല. അവർക്കെല്ലാത്തിലും പിഴച്ചുപോയി. പലജാതി പിഴവുകളാണ്. പിന്നെ അവരുടെ മനസ്സൊക്കെ ആകെ അലങ്കോലമായി പോയി. പാപങ്ങളൊക്കെ അവർക്ക് നിസ്സാരമായി. അതാണ് നമ്മൾ ലോകത്തു നിന്നും കാണുന്നത്. ജൂതന്മാർക്ക് പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ തന്നെ ധാരാളം കുരുത്തക്കേട് ഒപ്പിച്ച ആൾക്കാരാണ് ജൂതന്മാര്. നബിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവര്, മൂസാ നബിയോട്, ഞങ്ങൾക്ക് കണ്ടാരാധിക്കാൻ. ഒരു മൂസാ നബിയും ഇസ്രായേൽ ജനതയും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് എങ്ങനെ നടന്നു പോകണത്? അള്ളാഹു അത്ഭുതകരമായി ഒരു കടൽ പിളർത്തി അതിന്റെ നടുവിലൂടെ ഒരു വഴി ഉണ്ടാക്കി ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഫറോവയെ അതിൽ മുക്കിക്കൊന്നു, അയാളുടെ ആളുകളെയും. എന്നിട്ട് ഇസ്രായേലിനെ മൂസാ നബിയെ രക്ഷപ്പെടുത്തി. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ബഹുദൈവാരാധകരെ, വിഗ്രഹാരാധകരെ കണ്ടപ്പോ ഇസ്രായേലിൽ ചോദിച്ചത്രേ മൂസാ നബിയോട്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കുള്ളതുപോലെ ആരാധിക്കാൻ ഞങ്ങൾക്കും കുറച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരൂ എന്ന്. അപ്പൊ അതിനു പോലും അവർക്ക് മടിയുണ്ടായില്ല. പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ തന്നെ അവരെ എതിർത്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി ജീവിച്ചിട്ടുണ്ട്. അവരുടെ കാലശേഷമാണെങ്കിൽ പറയാൻ വേണ്ട. ലുബ്ദ്, ക്രൂരമായ മനസ്സ്. ഈ അടുത്ത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന നമ്മുടെ ഒരു TV ചാനലിന്റെ ഓണർ, അദ്ദേഹത്തിന്റെ കുറെ യാത്രാ വിവരണങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടില് ഹിറ്റ്ലർ അടക്കമുള്ള ഭരണാധികാരികൾ, ഹിറ്റ്ലർ മാത്രമൊന്നുമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ജൂതരെ പല ഭൂഖണ്ഡങ്ങളിലും പല രാജ്യങ്ങളിലും വേട്ടയാടിയത് എന്ന അന്വേഷണം കൊണ്ടെത്തിച്ചത് അവരുടെ കയ്യിലിരിപ്പാണ് എന്നാണ് ആ ഉത്തരം കിട്ടുക. ജൂതന്മാരുടെ കയ്യിലിരിപ്പ് വളരെ മോശമായിരുന്നു. ഒരു നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പലജാതി ഫിത്തനയും ഫസാദോടൊപ്പിക്കും. അതവരുടെ പണ്ടേയുള്ള ശീലമാണ്. അപ്പൊ അങ്ങനെ ഈ കുബുദ്ധി, വളഞ്ഞ വഴി, ദുഷ്ടമനസ്സ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് മഗ്ലൂബ് അലൈഹിം എന്ന് ഖുർആൻ വിളിച്ച ജൂതര്. ഇന്ന് നമുക്ക് കാണാതെ അല്ലെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് ഒരു പത്രത്തില്, ഈ യുദ്ധത്തിനിടയിൽ അല്ലെങ്കിൽ ഇപ്പോ സീസ് ഫയർ ഉണ്ട്, വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് 6 8 അല്ലെങ്കിൽ 8 10 വയസ്സുള്ള ഒരു ചേട്ടയും പിള്ളയും കൂടി, ഫലസ്തീനികളാണ് അവര്, ഇവരുടെ അഭയം തേടി ചെന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. എത്ര ചെറിയ മക്കളാണ്! പൈതങ്ങളെ പോലും കൊല്ലാൻ അവരുടെ മനസ്സ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലെങ്കിൽ അലോസരവും ഇല്ല. വളരെ ക്രൂരമായിട്ട് അവർ ചെയ്യും. അപ്പൊ തൗഹീദിൽ പിഴക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മനസ്സിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, യാ യുഹന്നാസ് വഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കൂ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ കൈവരാൻ അഥവാ സൂക്ഷ്മത കൈവരാൻ, ഭക്തി ഉണ്ടാകാൻ. ഈ ഭക്തിയാണ് പരലോക വിജയത്തിന്റെ നിദാനം. ഇതുണ്ടാകാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഈ വിശ്വാസപരമായ നേർവഴിയിലേക്ക് വരിക എന്നതാണ്. ഈ നേർവഴി വിട്ടാൽ പിന്നെ മൊത്തം പിഴവായിരിക്കും. പടച്ചവനെ, അതിനിട വരുത്തരുത്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർത്ത് തരണം. നിന്റെ കോപത്തിന് പാത്രമായവരുടെയോ വലദ്ദാല്ലീൻ, വഴി പിഴച്ചവരുടെയോ വഴിയിലല്ലാതെ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഖുർആനിൽ നമ്മൾ എഴുതി കാണൂല, പക്ഷെ നമ്മളോട് പറയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആമീൻ എന്ന് പറയണം. ആമീൻ എന്ന വാക്ക് ഒരു പ്രത്യേകതരം വാക്കാണത്. അതിന്റെ അർത്ഥം തഖബ്ബൽ മിന്ന എന്നാണ്. ഞങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ നമ്മൾ ചൊല്ലുകയും വേണം. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം തഖബ്ബൽ മിന്ന എന്ന്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് വേണം നമ്മൾ ആ സൂറത്ത് അവസാനിപ്പിക്കാൻ. അത് ഖുർആനിൽ എഴുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നബിയുടെ നിർദ്ദേശമുള്ളതാണ്. അതിന്റെ മര്യാദയാണ്. അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഇവിടെ തീരുന്നു. വിശദമായി ഇത് പഠിപ്പിക്കുന്ന ധാരാളം തഫ്സീറുകളുണ്ട്.
അതുപോലെ സൂറത്തുൽ ഫാത്തിഹയെ ബേസ് ചെയ്ത് മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, ചെറിയ ചെറിയ പുസ്തകങ്ങൾ, ചെറുതും വലുതുമായ പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുമെങ്കിൽ എടുത്ത് വായിക്കുക. അള്ളാഹു നമ്മുടെ ഈ പഠനത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. മതിയായ പ്രതിഫലം നൽകി നമ്മെ ഇരുലോകത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മരണം വരെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം ഏത് ഘട്ടത്തിലും ഏത് ആപൽ ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും സഹായം തേടുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ പ്രവാചകന്മാരുടെ പാതയിൽ നാം ഏവരെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമന അലാ ദീനിക്കൽ മുസ്തഖീം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.